മോൾ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ട് തന്നെ പാർവതിയെ ചതിച്ച് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയ സിദ്ധാർത്ഥിനെ എന്റെ മകന്റെ സ്ഥാനത്ത് ഞാനിപ്പോ കാണുന്നില്ല. മോളുടെ ഈ സങ്കടം കണ്ടിട്ട് പറയുക, അവന് വേണ്ടി ഇനി കരയരുത്, കാത്തിരിക്കരുത്. മോളുടെ നല്ല ഭാവിയെ കരുതിയാ ഞാനിതൊക്കെ പറയുന്നത്. ഇനിയും അവനെ നോക്കിയിരുന്ന് മോളുടെ ജീവിതം പാഴാക്കരുത്. മോൾ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി. എടോ, അവര് കറങ്ങി നടക്കുന്നു എന്നല്ല എനിക്ക് അറിയേണ്ടത്. ആ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് 2 എണ്ണവും തീർന്നു. അതാ എനിക്ക് കേൾക്കേണ്ടത്. എടോ, അങ്ങനെയുള്ള സന്തോഷ വാർത്ത മാത്രം നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. നീ ഫോൺ വെച്ചേ. ആർക്കും മോനെ ആക്സിഡന്റ് ആയത്? ആ ഗിരിയുടെയും പാർവതിയുടെയും കാര്യം പറയായിരുന്നു. അയ്യോ, അവർക്കെന്ത് പറ്റി മോനെ? അവര് നിങ്ങള് തട്ടിപ്പോയിട്ടൊന്നുമില്ലടോ. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ഓ, രണ്ടിനെ അന്നവിടെ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് തീർക്കേണ്ടതായിരുന്നു. പക്ഷെ രണ്ടും ഒന്നിച്ചു. എല്ലാം എന്റെ തെറ്റാ. അതെങ്ങനെയാ കുഞ്ഞിന്റെ തെറ്റാവുന്നേ? കുഞ്ഞ് കല്യാണത്തിന് എതിർക്കയല്ലേ ചെയ്തത്? ഭാഗ്യച്ച് നാട്ടുകാരും കൂടെ കൂടിയല്ലേ അവരുടെ കല്യാണം നിർബന്ധിച്ച് നടത്തിയത്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഇന്ദ്രന്റെ വിട്ട് പാറക്കുഞ്ഞ് നിന്നേനെ. ഒരിക്കലില്ലടോ. ഇന്ദ്രനോ ഗിരിയോ പാർവതി വിവാഹം കഴിക്കായിരുന്നില്ല. എന്നുവെച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാർവതി അന്ന് ഗിരിയുടെ കൂടെ ഒളിച്ചോടിയതല്ല. ഒളിച്ചോടിയത് മറ്റൊരുത്തനെ കല്യാണം കഴിക്കാനായിരുന്നു. ആരെ? അപ്പൊ പോലീസ് പിടിച്ചോണ്ട് വന്നതൊക്കെ? പോലീസ് പിടിച്ചെന്നുള്ള സത്യ. പക്ഷേ കഥ അതൊന്നും അല്ല. കഥയുടെ ഗതിയൊക്കെ ഈ നകുലം മാറ്റി മറിച്ചായിരുന്നു. പക്ഷെ തിരക്കത് അല്പം പാളിപ്പോയി. ഈ ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ. എനിക്കാകെ വട്ടാകുന്നു. ഒന്ന് തെളിച്ചു പറയൂ. പാറക്കുഞ്ഞ് ആരെ കല്യാണം കഴിക്കാനാ ഗിരിയോടൊപ്പം പോയത്? സിദ്ധാർത്ഥന്. സിദ്ധാർത്ഥനോ? ഡോക്ടർ സിദ്ധാർത്ഥൻ.